തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ കേസിൽ ഇന്ന് മെഡിക്കൽ ബോർഡ് ചേരും. പരാതിക്കാരിയായ കാട്ടാക്കട സ്വദേശിനി സുമയ്യയുടെ മൊഴിയെടുക്കും. കാർഡിയോളജി, ന്യൂറോളജി, അനസ്തേഷ്യ വിഭാഗത്തിൽ നിന്നുള്ള കൂടുതൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി വിപുലീകരിച്ച മെഡിക്കൽ ബോർഡാണ് യോഗം ചേരുന്നത്. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ഈ ഗുരുതരമായ ചികിത്സാ വീഴ്ച, അതിന്റെ വിവരങ്ങൾ പുറം ലോകത്തെ അറിയിച്ചത് 24 ആണ്. വലിയ ദുരവസ്ഥ അനുഭവിക്കുകയാണ് ഈ യുവതി. ഇതിൽ ഈ തുടർ ചികിത്സയുടെ കാര്യത്തിലടക്കം എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? വളരെ വിശദമായ പരിശോധന നടത്തിയ ശേഷം കാര്യങ്ങൾ തീരുമാനിക്കും എന്നാണ് മെഡിക്കൽ ബോർഡ് നേരത്തെ അറിയിച്ചിരുന്നത്. ഏത് തരത്തിലുള്ള നടപടികളാണ് ഏറ്റവും ഒടുവിൽ ഉണ്ടാവുന്നത്, റിനു? സ്മിത, റിജിത്ത, എന്തായാലും 24 ആണ് ഈ ഒരു വാർത്ത പുറംലോകത്ത് എത്തിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ കൃത്യമായി തന്നെ ഒരു മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചിരുന്നു. ആ മെഡിക്കൽ സംഘം ഇന്ന് സുമയെ കേൾക്കുമെന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള രേഖകൾ ഉൾപ്പെടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറുടെ, അതായത് മെഡിക്കൽ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അനസ്തേഷ്യ വിഭാഗം, അതുപോലെ തന്നെ കാർഡിയോളജി, യൂറോളജി വിഭാഗത്തിൻ്റെ മേധാവികളൊക്കെ തന്നെ ഇതിൽ അംഗങ്ങളായിട്ടുണ്ട്. കൃത്യമായി തന്നെ ഈ ഒരു സംഘം പരിശോധിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ വയർ പുറത്തേക്ക് എടുക്കുവാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ്. അങ്ങനെ കഴിയുമെങ്കിൽ വിദഗ്ധ ചികിത്സ നൽകി ആ വയർ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വിദഗ്ധ സമിതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ സർക്കാരിന് കൃത്യമായിട്ടുള്ള ഒരു അഭ്യർത്ഥന നൽകി സുമയ്യയ്ക്ക് നഷ്ടപരിഹാരം വാങ്ങി നൽകും എന്നുള്ളൊരു ഉറപ്പും ഈ സംഘം നൽകിയിരുന്നു, അതായത് ആരോഗ്യവകുപ്പ് നൽകിയിരുന്നു എന്നുള്ളതാണ്. എന്തായാലും സുമയ്യയ്ക്ക് ആശ്വാസകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി വഴിതെളിച്ചത് 24 ആണ്. 24ൻ്റെ വാർത്തയെ തുടർന്നാണ് മറ്റു മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുകയും സുമയ്യയ്ക്ക് കൃത്യമായി തന്നെ ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി കഴിഞ്ഞതും. എന്തായാലും മെഡിക്കൽ സംഘം കൃത്യമായി തന്നെ സുമയ്യയെ കേൾക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.